ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. മന്ത്രി വീണ ജോർജിന്റെ ഇടമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ സീനാദേവി കുഞ്ഞമ്മയുടെ രാജിയൊക്കെ ഉണ്ടായത്. CPയിൽ നിന്ന് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നുള്ള രാജിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പല വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരുക്കം എന്നത് പരിശോധിക്കാം. അഭിലാൽ വിവരങ്ങൾ നൽകും. പിന്നിട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ണ് തന്നെയാണ് പത്തനംതിട്ട എന്ന് പറയാം. ജില്ലാ പഞ്ചായത്തിൽ ആകെ 16 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 12 ഇടങ്ങളിൽ LDFും 4 മാത്രമാണ് UDFിനും അധികാരം പിടിക്കാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം ആകെ 8. അതിൽ 7 LDF ആണ് അധികാരത്തിലെത്തിയതെങ്കിൽ UDFിനൊപ്പം ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് നിന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ആകെ 53 37 LDFും 13 UDFും 3 BJPയും അധികാരത്തിലെത്തി. കുളനട, ചെറുകോൽ, കവിയൂർ പഞ്ചായത്തുകളാണ് BJP ഭരിക്കുന്നത്. ഇനി നഗരസഭകളുടെ കാര്യം പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയത് പന്തളം നഗരസഭയാണ്. പാലക്കാട് നഗരസഭയ്ക്ക് ശേഷം സംസ്ഥാനത്ത് BJP അധികാരം പിടിച്ച നഗരസഭ എന്നത് തന്നെയായിരുന്നു ഇതിനുള്ള കാരണം. എന്നാൽ പിന്നിട്ട 5 വർഷ കാലയളവിൽ ഇവിടെ BJPക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് വാർത്തയിൽ ഇടം പിടിച്ചത്. അതിനാൽ തന്നെ ഇക്കുറി അവർക്ക് ഭരണം നിലനിർത്താൻ ആകുമോ അതോ CPM ഭരണം തിരികെ പിടിക്കുമോ എന്നത് തന്നെയായിരിക്കും രാഷ്ട്രീയ കൗതുകമായി മാറുക. ജില്ലയിലെ വോട്ടർമാരുടെ സ്ഥിതി പരിശോധിച്ചാൽ 10,56,752 പേർക്കാണ് ഇക്കുറി വോട്ടവകാശമുള്ളത്. അതിൽ 5,60,60,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. ഗ്രാമപഞ്ചായത്ത് നിലയിലുള്ള വോട്ടർമാരുടെ സ്ഥിതി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലും കുറവ് തുമ്പമണ്ണിലുമാണ്. നഗരസഭയുടെ കാര്യത്തിൽ തിരുവല്ലയാണ് ഏറ്റവും മുന്നിലെങ്കിൽ പിന്നിൽ അടൂർ നഗരസഭയാണ്.